ഇതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഈ അറബ് രാജ്യങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ടൈം ബീങ് ടെമ്പററി ഇസ്രായേല് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ അവരുടെ ഭാഗമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ പോലീസും പട്ടാളവും പൂർണ്ണ ചുമതല ഇസ്രായേലിനായിരിക്കും. ഒന്ന് പറഞ്ഞു, മറ്റൊന്ന് പറഞ്ഞേക്കുന്ന അതിൻ്റെ ചുമതലയൊക്കെ ഇസ്രായേലിനായിരിക്കും. പക്ഷെ അവരുടെ പാർട്ടായിട്ട് അനക്സേഷൻ അതിന് അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിക്കില്ല. അങ്ങനെ റിപ്പോർട്ട് വരുന്നു. ഇതൊക്കെ ടെമ്പററിയാണ്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ഈ അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തത്വത്തിൽ അംഗീകരിച്ചു ഇനിയും ഗാസ വേണ്ട. ഇതാണ് ഞാനിത് തുടങ്ങിയപ്പം പറഞ്ഞത്. ഈ വാർ തുടങ്ങിയപ്പം പറഞ്ഞു ഇനിയും ഗാസ ഉണ്ടാവില്ല. അതാണ് അമേരിക്ക അത് ഏറ്റെടുക്കുകയും മറ്റുള്ള അറബ് രാജ്യങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എക്കണോമിക്കൽ ഹബ്ബായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഗാസ മാറ്റുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൗണ്ട് ഒഫൻസീവിൽ അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും ഇടിച്ചു കളയുക. എന്നിട്ട് ഇവരെല്ലാം കൂടി മൂലയ്ക്ക് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇവരെ മറ്റുള്ള രാജ്യത്ത് ഇതിനൊക്കെ ഇവർ നേരത്തെ പ്രീ പ്ലാൻഡ് പ്രീ സ്ക്രിപ്റ്റഡ് ആണ്. ഇതൊക്കെ ഈ ഖത്തറിൽ അറ്റാക്ക് ചെയ്തു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേലിയരെ അറ്റാക്ക് ചെയ്തു. ഖത്തർ പറഞ്ഞു ഞങ്ങളിപ്പോൾ തിരിച്ചടിക്കും. അവിടെ ഉച്ചകോടി നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.